ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് പോകാൻ പോകുന്നത് ദനാങ്കിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ലേഡി ബുദ്ധയെ കാണാനാണ്. നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും ആൺബുദ്ധനെയാണല്ലോ. അപ്പോൾ ഇന്ന് ഒരു വ്യത്യസ്തമായിട്ട് ഒരു പെൺബുദ്ധയെ കാണാം. ഈ ലേഡി ബുദ്ധ സ്റ്റാച്യു ലൊക്കേറ്റ് ചെയ്യുന്നത് ലിൻ ഉങ് പഗോഡയുടെ അടുത്താണ്. ഈ ലേഡി ബുദ്ധയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 67 മീറ്ററാണ്. ഇത് കടലിനെ നോക്കി നിൽക്കുന്ന രീതിയിൽ താമരേൻ്റെ ഒരു ബേസിലാണ് സ്ഥിതി ചെയ്യുന്നത്. വെള്ള മാർബിളിലാണ് ഈ പ്രതിമ മൊത്തമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. വിയറ്റ്നാമിലെ ജനങ്ങൾ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യാറ്. 17 നിലകളുള്ള ഈ ലേഡി ബുദ്ധയുടെ പ്രതിമയിൽ ഓരോ നിലകളിലും 21 ബുദ്ധ സ്റ്റാച്യൂസാണ് ഉള്ളത്. സാധാരണയായി ഈ ലേഡി ബുദ്ധയുടെ അകത്തൂടി കയറി ടോപ്പിൽ എത്തിയിട്ട് നമുക്ക് ഈ നഗരം മൊത്തം കാണാവുന്നതാണ്. ഭാഗ്യവശാൽ ഇന്ന് അവിടത്തേക്കുള്ള എൻട്രൻസ് ഓപ്പൺ ആയിരുന്നില്ല. ചില പ്രത്യേക ദിവസങ്ങളിലും ഇവിടുത്തെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലും മാത്രമാണ് ഈ എൻട്രൻസ് ഓപ്പൺ ആക്കാറുള്ളത്. ഇത് ലേഡി ബുദ്ധയുടെ സൈഡ് വ്യൂ ആണ്. ഇവിടെ മൊത്തം നല്ല ഗാർഡനിങ്ങും കാര്യങ്ങളാക്കി വളരെ നല്ല മനോഹരമായിട്ടുള്ള രീതിയിൽ ഫുൾ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടാണുള്ളത്. ഇവിടെ ഇതിനടുത്ത് തന്നെ ഒരു പഗോഡയും കൂടിയുണ്ട്. വാ, നമുക്ക് ലേഡി ബുദ്ധയുടെ ഫ്രണ്ട് ഭാഗത്തോടെ പോയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ ഈ കാണുന്നതാണ് ലേഡി ബുദ്ധ സ്റ്റാച്യു. ഈ സ്റ്റാച്യുവിൻ്റെ ഹൈറ്റ് നോക്കിക്കോ. ഇവിടുന്ന് ഇതാ മൊത്തമായിട്ട് കാണുന്നില്ല നമുക്ക്. ഫ്രണ്ടിലേക്കോ? നല്ല അടിപൊളി അന്തരീക്ഷം. നല്ലൊരു താമര ആ ഒരു ഇതുണ്ടല്ലേ, നല്ലൊരു താമര താഴെ ഭാഗം താമര ഒരു ഇതുണ്ട്, ഫീലുണ്ട്. ഇവിടെ വന്ന് ഇങ്ങനെ വെറുതെ ഇരിക്കണം. നല്ല എത്ര സമയം ഇരുന്നാലും സമയം പോകുന്ന അറിയില്ല നമുക്ക്. അങ്ങനത്തെ ഒരു അന്തരീക്ഷം. ഇതാണ് ലേഡി ബുദ്ധ. ഇല്ല, ഉള്ളിൽ പോകുന്നില്ല. പക്ഷെ ഇത്ര സ്ഥലത്തിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പും നല്ല ചിത്രമെല്ലാം വരച്ചെല്ലാം ബുദ്ധനായിട്ട് പറയുന്നു. ഇത് ലേഡി ബുദ്ധേൻ്റെ ഒരു ഭാഗത്തൊക്കെയായിട്ട് വരുന്നൊരു ടെമ്പിളിൻ്റെ ആ ഒരു ഇതാണ് വരുന്നത് തോന്നുന്നു. എല്ലാവരും ചന്ദനത്തിരിയും കാര്യങ്ങളെല്ലാം ഇതാക്കിയിട്ട് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ചന്ദനത്തിരി എത്തിച്ചിട്ട് പ്രാർത്ഥിക്കുന്നതാണ് ചെയ്യുന്നത് എല്ലാവരും. പിന്നെ കുറച്ച് സമയം നല്ലൊരു ആശ്വാസമായിട്ട് ഇരുന്നിട്ട് ഒരു നല്ലൊരു മനസ്സിനൊരു സുഖം, അങ്ങനെയാണ്. ഈ മുന്നിൽ കാണുന്നതാണ് കടൽ. അപ്പോൾ ഈ ലേഡി ബുദ്ധ സ്ഥിതി ചെയ്യുന്നത് കുറച്ച് ഉയരത്തിലാണെന്ന് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിലാവും. ടൂറിസ്റ്റുകൾക്ക് 2 രീതിയിൽ ഇവിടെ വരാം. ഒന്ന് ഏറ്റവും താഴെ നിന്ന് സ്റ്റെപ്പ് കയറിയിട്ടും, രണ്ടാമത്തേത് ഡയറക്റ്റ് വണ്ടിയിൽ വന്നിട്ട് അവിടെ ഇറങ്ങിയിട്ടും വരാം. ഇത് നോക്കറോ, മരത്തിൻ്റെ എല്ലാം ശിഖരങ്ങൾ ഇങ്ങനെ ഓരോ ആകൃതിയിൽ. ബോൺസായിയാ? ഇത് കുറേ ഉണ്ട്. ഇത് ഇവിടെ ഏകദേശം ഈ വിയറ്റ്നാമിൽ ഇങ്ങനെ ഏതെങ്കിലും പ്ലേസിൽ അല്ല, വിയറ്റ്നാമിലിപ്പോൾ ഏകദേശം അടുത്ത് നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. കാരണം എല്ലായിടത്തും ബുദ്ധൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ. പിന്നെ പുറത്ത് നമ്മടി കാണാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ അറിയില്ല. അടുത്തേക്ക് വരും, അടുത്തേക്ക് വരും ബാബാ.
അതിന് വേണ്ട വാ. Some मालूम है will be used for future reference. इसलिए मैं इधर ही खड़ा हूँ. मैं तुम्हें देख दो लड्डू लिए. ഇത് ലേഡി ബുദ്ധയുടെ തൊട്ടരികത്തുള്ള ഒരു പഗോഡയാണ്. ഈ പഗോഡയുടെ ഫ്രണ്ടിലായിട്ട് ഒരു ബുദ്ധൻ കിടന്നുറങ്ങുന്ന രീതിയിലുള്ള ഒരു സ്റ്റാച്ചു ആണുള്ളത്. ഈ സ്റ്റാച്ചു കാണാൻ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടി കുറേ ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുന്നുണ്ട്. അങ്ങനെ നമ്മളും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി റെഡിയായി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അവർ യൂട്യൂബ് ചാനൽ.